ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹീറോ ഹോണ്ടയുടെ HF ഡീലക്സ് ആണ് വണ്ടി. നമുക്കതിൻ്റെ മെയിൻ്റനൻസ് വർക്കായിട്ട് നമ്മൾ കയറ്റിയാണ്. ടെസ്റ്റ് വർക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വണ്ടി പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയത്തെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി നമ്മൾ കയറ്റിയാണ്. അപ്പോൾ അത് ബാക്ക് സൈഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെയിൽ ലൈറ്റ് ഓൾറെഡി ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട്. അത് ബ്രേക്ക് പിടിക്കുമ്പോഴും ഹെഡ് ലൈറ്റ് ഇടുമ്പോൾ പാർക്ക് ലൈറ്റും തെളിയുള്ള ബൾബ് പോയേക്കണം. അപ്പോൾ നമുക്ക് അത് മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഈ ടെയിൽ ഗ്ലാസ് കളർ ഫേഡായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കളഞ്ഞേക്കാം. ബാക്കിലത്തെ ടെയിൽ ഗ്ലാസും ഫേഡാണ്, അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് അസംബ്ലി ഫേഡായിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടായിട്ട് നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു പുതുമ കിട്ടുള്ളൂ. ഇൻഡിക്കേറ്ററൊക്കെ ഓൾറെഡി അത് മതി, ഫ്രണ്ടിലത്തേലും ബാക്കിലത്തേലും ഇൻഡിക്കേറ്ററുകൾ അത് മതി. ടെയിലും ഹെഡ്ലൈറ്റുമാണ് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കളഞ്ഞേക്കാം. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ബാക്ക് വീൽ അയച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ. ബ്രേക്ക് ലൈനറൊക്കെ തീർന്ന് നടക്കണതാണ്. മാക്സിമം നമ്മൾ അതിൻ്റെ മില്ലിങ്ങൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റിയിടാം. പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ചെറിയ സ്പോക്കറ്റ് നോക്കുമ്പോൾ ഈ പല്ല് കണ്ട ഓരോന്നിൻ്റെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഒടിഞ്ഞു പോയേക്കാണ്. ഇവിടെ അതേപോലെ തന്നെ ഒന്നരാടോട്ട് എല്ലാ പല്ലുകളും തേമാനം വന്നിട്ട് കട്ടാവാറായിരിക്കുകയും ചെയ്യണം. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി കളയണം. അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഡാംബർ പ്രസറ്റ് മാറ്റിയിടണം. എൻജിൻ ഓയിൽ മാറാനുണ്ട്. എയർ ഫിൽറ്ററും ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം പൊടി കയറിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ കൂടി മാറ്റിയിട്ടേക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്കതൊന്ന് നോക്കി കേബിൾ മാറ്റി നമുക്ക് വർക്കിംഗ് ആക്കിയിടാം. പിന്നെ ക്ലച്ച് നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്, ആ കേബിളിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് വർക്കുകളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് ബാക്കിത്തെ നമ്മുടെ വർക്കുകൾ തീരും. പിന്നെ നമ്പർ പ്ലേറ്റ് അടക്കം നമുക്ക് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കയറ്റാനായിട്ട്. പൊല്യൂഷൻ ഓൾറെഡി നമുക്ക് ഡേറ്റ് ഉണ്ട്, ആഗസ്റ്റ് മാസം വരെ ഡേറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. നമ്മൾ വെറുതെ ഇപ്പോൾ ഡേറ്റ് ഉള്ളത് വെറുതെ നേരത്തെ എടുത്തു കഴിഞ്ഞാലും ആ ഡേറ്റ് കട്ടായി പോകും. അപ്പോൾ അത് കഴിഞ്ഞ് ഡേറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റിന് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ. പിന്നെ ടാങ്കുമ്പോൾ ഒരു കവർ ഇടാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.